അങ്ങനെ അവസാനം അത് ഔദ്യോഗികമായി. കഴിഞ്ഞ കുറച്ചു ദിവസമായി നമ്മൾ അനുഭവിക്കുന്ന ഇരുട്ടിന് ഔദ്യോഗിക സ്വഭാവം കൈവന്നിരിക്കുന്നു. ഇന്നു മുതൽ വൈകിട്ട് 6-നും 12-നും ഇടയിൽ അരമണിക്കൂർ കറണ്ട് പോകും. ഇന്നലെ SMS വഴി അറിയിച്ച് കറണ്ട് കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് പറയുന്നത് അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം എന്തായാലും ഉണ്ടാകുമെന്നാണ്. വാഹന റീചാർജിങ്ങിനും ഇൻഡക്ഷൻ കുക്കർ ഉപയോഗത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. AC 24 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കാനുള്ള നിർദ്ദേശവും KSEB നൽകിയിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങിയിരുന്ന വൈദ്യുതിയിൽ ഉണ്ടായ 200 മെഗാവാട്ടിന്റെ കുറവ് ഇന്ന് പരിഹരിക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി അല്പം മുമ്പ് മീഡിയ വണ്ണിനോട് പറയുകയും ചെയ്തു. ജിമ്മി, ലോഡ് ഷെഡിംഗ്, പവർ കട്ട്, ഈ രണ്ട് പദാവലികൾ ഉപയോഗിക്കാതെയാണ് ഇപ്പോഴും വൈദ്യുതി നിയന്ത്രണമെന്ന് KSEB പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ വാക്കുകൾ ഉപയോഗിക്കാൻ മടിക്കുന്നത്? അല്ല, അത് സ്വാഭാവികമായിട്ടും പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. കേരളം ലോഡ് ഷെഡിങ്ങിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഹെഡിങ് അടിച്ചതുപോലെ ഇരുണ്ട കാലം. ഏത് ഇരുണ്ട കാലം? ഇരുണ്ട കാലം 10 വർഷം മുമ്പ് തീർന്നു പോയി എന്നാണ് ഇടതുപക്ഷവും LDF സർക്കാരും പറഞ്ഞത്. ആ തിരിച്ചു വന്നൊക്കെ പറയേണ്ടി വരും. അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും ഭരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതായിരിക്കും കാരണം. അതെന്തായാലും നല്ലതാണ്. ഇതെന്തായാലും SMS വഴി അറിയിക്കും. കൃത്യം അരമണിക്കൂറായിരിക്കും പവർ കട്ടെന്ന് അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ശരി, ആ വിഷയം അവിടെ അവസാനിച്ചു. പക്ഷേ പ്രശ്നം ഇത് ആരുടെ സംഭാവനയാണ്, എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും ചൂട് കൂടി, അതുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അഭാവം കാരണം ആളുകളെല്ലാം ഇൻഡക്ഷൻ കുക്കറിലേക്ക് പോയെന്ന് പറയുന്നു. ഇതിൻ്റെ വസ്തുതയെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കണം. പ്രധാനമായും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇപ്പോൾ പുതുതായി വൈദ്യുതി വാങ്ങാനുള്ള കരാറുമായി റെഗുലേറ്ററി കമ്മീഷൻ അടുത്തേക്ക് പോയപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ 10 ദിവസം ഈ കരാറിൻ്റെ മേൽ, ഈ ആപ്ലിക്കേഷൻ്റെ മേൽ അടയിരുന്നു എന്നൊരാക്ഷേപം വൈദ്യുതി ബോർഡിലെ തൊഴിലാളി സംഘടനകൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഏപ്രിൽ മാസം പകുതിയോടുകൂടി തന്നെ, ഏപ്രിൽ 12-ാം തീയതി മറ്റാണെന്ന് തോന്നുന്നു, ഏപ്രിൽ 12-ാം തീയതി തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ വെച്ചതാണ്. റെഗുലേറ്ററി കമ്മീഷൻ ഒരുപാട് വൈകിച്ചു എന്ന് ഔദ്യോഗികമായ അവരുടെ സംഘടനയുടെ ആക്ഷേപമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ 24-ാണ് തീരുമാനം. അതെ, 24-ാണ് തീരുമാനം. എന്ന് വെച്ചാൽ ഇപ്പോൾ ചെല്ലുമ്പോൾ ഒരിടത്ത് 20 രൂപയ്ക്ക് പോലും കിട്ടാനില്ല വൈദ്യുതി. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ എന്തുകൊണ്ട് മനഃപൂർവ്വം ഇത് വൈകിച്ചു, എന്ന ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചുള്ള ചോദ്യം, ഈ സർക്കാരാണ് കാരണമായി പറയുന്നത് 38 ഡിഗ്രി വരെ ചൂട് ഉയരുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോഴത് 40-ന് മുകളിലേക്കായി. അതുകൊണ്ട് അപ്രതീക്ഷിതമായ ചൂടാണ് ഉണ്ടായത് എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. 2 ഡിഗ്രി ചേഞ്ചിൽ വ്യത്യാസം വരും. ആയിക്കോട്ടെ, അതൊക്കെ ശരി. പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ എന്തിനാണ് ഇതിൻ്റെ മുമ്പിൽ? ശരിയാണെങ്കിൽ അടയിരുന്നത് എന്തിനാ? ആരുടെയാണ് റെഗുലേറ്ററി കമ്മീഷൻ? കഴിഞ്ഞ ദിവസം അജിംസും നമ്മൾ തമ്മിൽ ഈ വിഷയം സംസാരിച്ചതാണ്. ഒരു കാര്യം ഉറപ്പല്ലേ, പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്കൊന്നും സംശയമൊന്നുമില്ല. അപ്പോൾ എന്തിനാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇത്രയും ദിവസം അടയിരുന്നത്? 1. 2, ഈ ഏപ്രിൽ മാസം തന്നെ തീരാനിരുന്ന പവർ പർച്ചേസ് എഗ്രിമെൻറ്റുകൾ, ഷോർട്ട് ടൈം പവർ പർച്ചേസ് എഗ്രിമെൻറ്റുകളുണ്ട്. അത് തീരുമെന്നുള്ളത് നേരത്തെ അറിയാമല്ലോ. അപ്പോൾ ഈ ഏപ്രിൽ 14-ാം തീയതി വരെ കാത്തിരുന്ന എന്തിനായിരുന്നു? ഒരു വിഷയം. രണ്ടാമത്തേതാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഉന്നയിച്ച ലോങ് ടൈം പവർ പർച്ചേസ് എഗ്രിമെൻറ്റുകൾ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷനാണ്. റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കുമ്പോഴും ഈ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്തുണ്ടായ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിനെ കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചത് ഇടതുപക്ഷമാണ് ഈ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ആക്ഷേപം ഉന്നയിച്ചത്. പക്ഷേ ആ കരാറിന്മേൽ ഏതാണ്ട് 4 മുതൽ 6 വർഷം വരെ പോയതിന് ശേഷമാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ വിഷയം റദ്ദാക്കുന്നത്. ആരുടെ റെഗുലേറ്ററി കമ്മീഷൻ? ഇടതുപക്ഷം അപ്പോയിന്റ് റെഗുലേറ്ററി കമ്മീഷൻ. ഇപ്പോഴും ഏത് റെഗുലേറ്ററി കമ്മീഷൻ? ഇടതുപക്ഷ സർക്കാർ അപ്പോയിന്റ് റെഗുലേറ്ററി കമ്മീഷൻ. എന്നിട്ട് ഈ ചക്കളത്തിപ്പോര് നടത്തിയിട്ട് ഇവർ തമ്മിലുള്ള നാടകം കളിക്കുകയാണോ? ഒരു ആപ്ലിക്കേഷൻ 12-ാം തീയതി വരുന്നു, ഏപ്രിൽ മാസം ആദ്യം വരുന്നു, ഈ കുറേ നാളത്തേക്ക് ആപ്ലിക്കേഷൻ വെച്ച് തട്ടിക്കളിക്കുന്നു. ഇത് ആരെ പറ്റിക്കാനുള്ള ഡ്രാമയാണ്? പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്തിനാണ് ഇന്ന് വൈകിയത്? രണ്ടാമത്തെ ചോദ്യം, ചില ഷോർട്ട് ടൈം പവർ പർച്ചേസ് എഗ്രിമെൻറ്റുകൾ ഈ മാസം ഏപ്രിൽ മാസത്തിൽ അവസാനിക്കുമെന്ന് അറിയാവുന്നിരിക്കെ അതിൻ്റെ നടപടികൾ നേരത്തെ തുടങ്ങാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം? 2. 3, നമ്മൾ നേരത്തെ പറഞ്ഞ ലോങ് ടേം, ദീർഘകാലത്തേക്കുള്ള പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ നിസാര പൈസയ്ക്ക് 3 രൂപ 50 പൈസയോ അങ്ങനെ എന്തോ ആണെന്ന് ഞാൻ വിചാരിക്കും, 4 രൂപയിൽ താഴെയാണ്. ആ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ റദ്ദാക്കി. അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഇടതുപക്ഷം അഴിമതി ആരോടും ഉന്നയിച്ചിരുന്നു, ആര്യാടൻ മുഹമ്മദിൻ്റെ ഈ ദീർഘകാല പവർ പർച്ചേസ് എഗ്രിമെൻറ്റിനെതിരെ. എന്നിട്ട് ഇടതുപക്ഷ സർക്കാർ വരുന്നു, 1-2 വർഷം കഴിയുമ്പോൾ, ഇത്രയും കാലം ഇത് ഉപയോഗിച്ചതാണ്, ഇടതുപക്ഷ സർക്കാരിൻ്റെ റെഗുലേറ്ററി കമ്മീഷൻ ഇത് റദ്ദാക്കുന്നു. ഇതത്ര ആകണമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അഴിമതിയാണ് പ്രശ്നമെങ്കിൽ ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ. വിഴിഞ്ഞം കരാറിനെ കുറിച്ച് ഏറ്റവും വലിയ അഴിമതി ആരോട് ഉന്നയിച്ച ആളുടെ പേരെന്താ? പിണറായി വിജയൻ. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം വിഴിഞ്ഞം കരാർ റദ്ദാക്കിയോ? ഇല്ലല്ലോ. അദാനിക്ക് കുറച്ചുകൂടെ സഹായം ചെയ്തു കൊടുക്കുകയും അദാനിക്കെതിരെ കോമ്പൻസേഷൻ ക്ലോസ് അടക്കമുള്ളത് ക്ലെയിം ചെയ്യാതിരിക്കുകയും എങ്ങനെയെങ്കിലും ഈ തുറമുഖം വരാൻ വേണ്ടി നമ്മുടെ ബാധ്യത അല്ലാതിരുന്നിട്ടും പാറ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്ത സർക്കാരല്ലേ. അപ്പോൾ 6000 കോടിയുടെ അഴിമതി എവിടെ പോയി? അത് പണ്ട് ഉന്നയിച്ചതാണ്. ഇപ്പോൾ അദാനി വന്നപ്പോൾ അത് വിസ്മരിക്കുകയും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ കരാർ
ഉണ്ടാകണമെന്ന് പറയുകയും ചെയ്തതും LDF സർക്കാരാണ്. അതേ LDF സർക്കാരിൻ്റെ കാലത്ത് LDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഉന്നയിച്ച ലോങ് ടേം വൈദ്യുതി കരാറിൻ്റെ അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ പുതിയ സർക്കാർ വരുമ്പോൾ അവർ അപ്പോയിന്റ് ചെയ്ത റെഗുലേറ്ററി കമ്മീഷൻ, KSEബിനെ എതിർത്തുള്ള വേറെ കാര്യം, പക്ഷേ അവർ അപ്പോയിന്റ് ചെയ്ത റെഗുലേറ്ററി കമ്മീഷൻ അത് തള്ളിക്കളയും. നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് ഇതിൻ്റെ ബുദ്ധി? എന്താണ് ഇതിൻ്റെ യുക്തി? പൈസ ആര്യാടൻ മുഹമ്മദ് മാത്രം കൊണ്ടുപോയാൽ പോരാ എന്നുള്ളതാണോ? അതോ ആര്യാടൻ മുഹമ്മദിനെതിരെ അദ്ദേഹം അഴിമതി കാണിച്ചത് കൊണ്ട് ഇൻകോട്സ് ആരോപണമാണ്, അതുകൊണ്ട് ഞങ്ങൾ സന്ധിയില്ല പോരാട്ടം നടത്തിയെന്നാണോ? അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞത്തും കാണിക്കണം ഇതേ പരിപാടി. സത്യത്തിൽ വിഴിഞ്ഞം കരാറിൻ്റെ പേരിൽ അന്ന് വലിയ ആക്ഷേപം ഉണ്ടാകുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ്റെ 7 അയലത്ത് പോയില്ല CPMൻ്റെ ഒരൊറ്റ നേതാവ്. ഞാൻ ഉത്തരവാദിത്തോടെ പറയുകയാണ്, വിഴിഞ്ഞം കരാറിൽ നടന്ന അഴിമതി ആരോപണം ഉയർത്തിയ ഇടതുപക്ഷം അതേക്കുറിച്ച് അന്വേഷിക്കേണ്ട ജുഡീഷ്യൽ കമ്മീഷൻ വന്നപ്പോൾ ആ കമ്മീഷനിൽ ആദ്യത്തെ 2 സിറ്റിങ്ങിന് ശേഷം പിന്നെ ആ വഴിക്ക് പോയില്ല. വേറെ ആളുകളാണ് ജുഡീഷ്യൽ കമ്മീഷനിൽ അദാനിക്കെതിരെ വാദങ്ങൾ ഉന്നയിച്ചതും കേസ് പറഞ്ഞതും. അപ്പോൾ ഇങ്ങനത്തെ ഇരട്ടത്താപ്പുകൾ ഒരുപാടുണ്ട്. അവസാനം ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ഇത് സ്വാഭാവികമായും ചൂട് കൂടിയത് കൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാനില്ലെന്ന് പറയുന്നു. ഇന്നലെ ഉന്നയിച്ച മറ്റൊരു ആരോപണത്തെക്കുറിച്ചുകൂടെ പറയാം. 12 ലക്ഷം ഇൻഡക്ഷൻ കുക്കറുകൾ ഈ 1.5 മാസത്തിനുള്ളിൽ വാങ്ങിച്ചു എന്നൊരു പുതിയ വാദം ഉയരുന്നുണ്ട്. എനിക്കറിയേണ്ടത് ഇതിൻ്റെ ഡേറ്റ എവിടുന്നാണ്? ഒരു വർഷം 12 ലക്ഷം ഇൻഡക്ഷൻ കുക്കറുകൾ കേരളത്തിൽ വാങ്ങിച്ചിരുന്നു. അതിൻ്റെ ഡേറ്റ എവിടുന്നാണ്? ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് അതിൻ്റെ അത്രയും തന്നെ ഇൻഡക്ഷൻ കുക്കറുകൾ കേരളത്തിൽ മലയാളികൾ വാങ്ങിച്ചു കഴിഞ്ഞു. എന്താണ് ഡേറ്റ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കണം, എന്താണ് ഡേറ്റ? 2, പീക്ക് സമയത്താണല്ലോ ഇപ്പോൾ ലോഡ് ഷെഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻഡക്ഷൻ കുക്കറുകൾ പീക്ക് സമയത്താണോ ഉപയോഗിക്കുന്നത്? ഈ 12 ലക്ഷം കത്തിക്കുകയാണോ? നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി പറയരുത്. രാത്രി 11 മണിക്ക് രാത്രി 11 മണിക്ക് കേരളത്തിലെ 12 ലക്ഷം വാങ്ങിച്ച ഇൻഡക്ഷൻ കുക്കറുകൾ കത്തിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൺട്രോൾ നിൽക്കുന്നില്ല, അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന തമാശ അല്ലാതാവണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം 12 ലക്ഷം ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഡേറ്റ എങ്കിലും പറയണം, എങ്കിൽ ഞാൻ സമ്മതിക്കാം. പ്രമോദ്, ഇക്കാര്യത്തിൽ ഒരു നോട്ടക്കുറവ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ പറയുമല്ലോ ഡാം മാനേജ്മെൻറ്റിൽ പിഴവുണ്ടായി എന്ന് പറയുമല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വൈദ്യുതി സംഭരിക്കാൻ കഴിയാത്ത ഒന്നാണ്. പക്ഷേ കൃത്യമായി എവിടെ നിന്ന് വൈദ്യുതി വാങ്ങണം, എത്ര വാങ്ങണം, എപ്പോൾ വാങ്ങണം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ദീർഘവീക്ഷണമില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. ഉറപ്പല്ലേ? അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ ഈ ഡാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വെറും ഡാം മാനേജ്മെൻറ്റ് പ്രളയത്തിൻ്റെ മാത്രം പ്രശ്നമായിരുന്നില്ല, പവറിൻ്റെ കാര്യത്തിലും അത് കാര്യമായി ബാധിച്ച വിഷയമാണല്ലോ. നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 20% എങ്കിൽ അതുപോലും നമുക്ക് നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോയത് എന്താണെന്നും കൂടി ആലോചിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് ഇത് ഇന്നിപ്പോൾ സർക്കാർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നല്ലോ ഈ മുഴുവൻ പണിയും എടുത്തത്. ഈ ഒരു ഒഫീഷ്യലായിട്ട് ഇത് ലോഡ് ഷെഡിംഗ് ആണ്. ഇപ്പോഴും ആ പേര് പറയുന്നില്ല എങ്കിൽ ഇത് ലോഡ് ഷെഡിംഗ് എന്ന് തന്നെ നമ്മൾ വിളിക്കണം. അത് പറയാതിരിക്കാൻ വേണ്ടി കാണിച്ച വേണ്ടാത്ത വാശിക്ക് നമ്മൾ കൊടുക്കുന്ന വിലയാണ് ഇപ്പോൾ ഇന്നു മുതൽ നമ്മൾ അരമണിക്കൂർ വേർക്കേണ്ടത് എന്ന് പറയുന്നത്. ആ അരമണിക്കൂർ മാത്രം എന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു അവസ്ഥയിലേക്ക് ഒരു നാടിനെ കൊണ്ടുപോകുന്ന നിലപാടെടുത്തത് ഇവർക്ക് കേവലമായ ഈ പരസ്യ പ്രചാരണത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഇതിപ്പോൾ ആലോചിക്കണം, ഇതിപ്പോൾ ഇലക്ഷന് മുമ്പാണ്, ഇവരുടെ എന്താ പറയുക, ഇലക്ഷന് ശേഷമാണ് ഇത് വേണ്ടി വന്നത് എന്നൊരു സാഹചര്യം നിൽക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ അവർ നേരത്തെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യത്തിന് ഇപ്പോൾ അവസരം വന്നു എന്നത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ പറഞ്ഞല്ലോ നമ്മുടെ ദീർഘകാല കരാർ റദ്ദ് ചെയ്തു. ആ റദ്ദ് ചെയ്ത കരാറിന്റെ വിലയ്ക്ക് തുല്യമായ 4 രൂപ യൂണിറ്റിന് 4 രൂപ നിരക്കിലാണ് ആ കരാർ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടി വരുന്നത്? ഈ 20 രൂപ നിരക്കിൽ തന്നെ വൈദ്യുതി വാങ്ങാൻ ആരെയാണ് സമീപിക്കേണ്ടത്? അത് കിട്ടുമോ എന്നുള്ള ഉറപ്പില്ല. ആകെ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ കരാർ അനുസരിച്ച് നേരത്തെ വൈദ്യുതി വാങ്ങാൻ കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ വാങ്ങിയില്ലെങ്കിലും ആ തുക നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതായിരുന്നു കമ്മീഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്ന നിലയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ സാഹചര്യം ഉരുത്തിരിയുമോ ഇല്ലയോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മളിത് വെറുതെ എന്തിനാണ് നമ്മൾ കരാറുണ്ടാക്കി വെക്കുന്നത്, കാശ് കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഉന്നയിച്ച ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കമ്മീഷൻ. അതാണോ ശരി? KCB ഇത് വാങ്ങേണ്ടി വരും എന്നുള്ള ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കി ഒരു തീരുമാനത്തിലേക്ക് എത്തി അത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ നമുക്ക് ഈ പ്രശ്നമില്ലായിരുന്നു. ഞാൻ പറയുന്നത് വില നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്, വൈദ്യുതി ചാർജ് നമ്മൾ കൂടുതൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പഴയ 4 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വന്നിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വൈദ്യുതി ചാർജ് നിൽക്കുന്നില്ലല്ലോ. നമ്മൾ കൂടുതൽ ചാർജ് കൊടുക്കുന്നു, അതേസമയം നമ്മൾ ഇന്നിപ്പോൾ ലോഡ് ഷെഡിങ്ങും അനുഭവിക്കേണ്ടി വരുന്നു. രണ്ടും ഒരേ സമയത്ത് സംഭവിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മളെ കൊണ്ടുപോയത് ഈ വൈദ്യുതി മിസ്മാനേജ്മെന്റ് ആണ്. ഈ സമ്പൂർണ്ണമായ പരാജയമാണ്. അതിന്റെ ഒരു ഒളിച്ചുകളിയാണ് അതിനു മുമ്പ് നടന്ന ഇലക്ഷൻ സമയത്ത് നടന്ന ഈ PR വർക്ക് എന്നേ പറയാൻ കഴിയും. അജിംസ, ഇന്നിപ്പോൾ KCBയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു, വൈദ്യുതി ആവശ്യകത ക്രമാതീതമായി ഉയർന്നാൽ പ്രസരണ വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന കനത്ത സമ്മർദ്ദം കാരണം
ഗുരുതരവും അപരിഹാര്യവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതായത് വൈദ്യുതി പീക്ക് സമയത്ത് കൂടുതലായി ഉപയോഗിക്കുന്ന കാരണം നമ്മുടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ഉപകരണങ്ങളിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഗൗരവമുള്ള അപരിഹാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അതായത് കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ അതിലേറെ വർഷമായി ഈ അടിസ്ഥാന സൗകര്യ വികസനം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളതല്ല, നമ്മളിപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധി ഉണ്ടല്ലോ, അത് കൺസംഷൻ കൂടിയിട്ടാണെന്നുള്ളൂ KCBയുടെ വാദം. അങ്ങനെ കൺസംഷൻ കൂടിയിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2024 മെയ് 3 റെക്കോർഡ് ഡിമാൻഡ് ഉണ്ടായിരുന്നത്. 2024 അത് 2 വർഷം മുമ്പ്. അന്ന് 115.95 MU വൈദ്യുതിയാണ് നമുക്ക് ആവശ്യം വേണ്ടി വന്നത്. 2 വർഷം മുമ്പത്തെ കണക്ക് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറയാം. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടിയത്, ഇപ്പോൾ നമുക്ക് ഉപയോഗം കൂടിയത് 1.21 MU. അത് 1% വർധനമാണ് ഈ 2 വർഷത്തിന് ശേഷം റെക്കോർഡ് ഹൈക്കിൽ നിന്ന് പിന്നെ റെക്കോർഡായി മാറിയത്. 1.2%. നൗഫിൽ വീട്ടിൽ ഗ്രോസറി വാങ്ങുകയാണെന്ന് കരുതുക. 2024 വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന പ്രൈസും അളവും എന്തായാലും കൂടുതൽ 2026. അപ്പോൾ നൗഫലിനൊരു പ്ലാൻ ഉണ്ടാവും, 2026 എത്ര ഗ്രോസറി വാങ്ങണം, എത്ര ക്യാഷ് ആവും. ഞാൻ 2011 വീട്ടിൽ 1500 രൂപയ്ക്കാണ് ഗ്രോസറി വാങ്ങിക്കൊണ്ടിരുന്നത്. ഇന്ന് അത് 10,000 രൂപയുടെ മുകളിലാണ്. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന വർധനയാണ്. ഒരു കാലത്ത് ഒരേ നിലയിൽ ആ വർധന നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ വരുമാനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. KCB എന്താണ് ചെയ്യുന്നത്? അതായത് ഒരു വർഷം ഒരു 5% കൺസംഷനിൽ വർധന ഉണ്ടാവില്ല കേരളത്തിൽ എത്രയോ അധികം ആളുകൾ പുതുതായി AC മേടിക്കും, എത്ര ആളുകൾ ഇൻഡക്ഷൻ കുക്കർ വാങ്ങും, അല്ല എത്ര പുതിയ വീടുകൾ ഉണ്ടാക്കും, എത്ര പുതിയ വീടുകൾ വരും, എത്ര കൺസംഷൻ കൂടും. അപ്പോൾ ഇതൊന്നും കാണാതെയാണ് ഈ 1.5% വർധന ഉണ്ടാകുമ്പോഴേക്കും ഇവർ നിയന്ത്രണം കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ സംശയിപ്പോൾ മഴ ഉണ്ടായത് കൊണ്ടാണ് പ്രളയം ഉണ്ടായത്, മഴ ഉണ്ടായത് കൊണ്ടാണല്ലോ പ്രളയം ഉണ്ടായത് എന്ന് നമ്മൾ 5-6 വർഷം മുമ്പ് കേട്ടതാണ്. ഇതേ കോൺസ്പിരസി ഞാൻ ഇവിടെയും സംശയിക്കുകയാണ്. മഴ ഉണ്ടായത് കൊണ്ട് പ്രളയം ഉണ്ടായത് എങ്ങനെയാണെന്ന് കൃഷ്ണൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താ ഉണ്ടായത്? അഴിമതിയായിരുന്നു. അത് ചിലരെ സഹായിക്കാൻ വേണ്ടിയുള്ള അഴിമതിയായിരുന്നു. അത് നമ്മൾ തെളിഞ്ഞു. ഒരു ദുരന്തം അഴിമതിക്കുള്ള അവസരമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതേക്കുറിച്ച് ഇപ്പോൾ ആരും സംസാരിക്കാറില്ലല്ലോ. ഞാൻ സെയിം കോൺസ്പിരസി ഇതിലും സംശയിക്കുകയാണ്. എന്തിനാണ് സ്വാഭാവികമായി 4-5% വർധന ഉണ്ടാകും എന്ന് ഫോർകാസ്റ്റ് ചെയ്യേണ്ട KCB അത് ചെയ്യാതെ ഇങ്ങനൊരു വർധന വരുമ്പോഴത്തേക്കും ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ചൂടൊന്നും അല്ല. 2017 കൂടുതൽ ചൂട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെമ്പാടും ചൂടായിരുന്നു. ഹീറ്റ് വേവ് ഉണ്ടായ സമയമാണത്. ഇന്ത്യ ഒട്ടാകെ ഹീറ്റ് വേവ്, അങ്ങനെ ഹീറ്റ് വേവ് പോലും ഉണ്ടായിട്ടില്ല കേരളത്തിൽ. അപ്പോഴേക്കും എല്ലാം തകരാൻ പോകുന്നു, നമ്മുടെ സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ തകരാൻ പോകുന്നു. അങ്ങനെ ഒരു ലോഡും ഇല്ല, സ്വാഭാവികമായിട്ടാണ് ലോഡാണ്. ഇപ്പോൾ ഈ വർഷം മാത്രം 2026 മാത്രമായിട്ട് ലോഡ് വർദ്ധിക്കുന്നത് മൂലം ഇൻഫ്രാസ്ട്രക്ചർ തകരേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം തകരേണ്ടതാണ്. അത്ര ലോലമായ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ വളരെ പെട്ടെന്ന് വലിയ അതായത് 100 വാഹനങ്ങൾ പോകുന്ന ഒരു ഹൈവേയിൽ 500 വാഹനങ്ങൾ പോകുമ്പോഴാണ് ഇൻഫ്രാസ്ട്രക്ചർ തകരുക. ഒരു ഫ്ലൈ ഓവറോ പാലമോ തകർന്നു വീഴുക. അങ്ങനെ തകരാൻ പാകത്തിനുള്ള വർധന ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ വർധന ഉണ്ടായി കൺസംഷൻ കൂടിയെന്നുള്ള വാദം ആദ്യം ഡാറ്റ വെച്ച് ഇവർ തെളിയിക്കണം. രണ്ടാമത് ജിമ്മി പറഞ്ഞതുപോലെ ഈ 12 ലക്ഷം ഇൻഡക്ഷൻ കുക്കറിൻ്റെ കണക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പറയണം. അല്ലെങ്കിൽ എത്ര അധികം AC ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത്, എത്ര AC വർദ്ധിച്ചിട്ടുണ്ട്, അത് ഇവർക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇത് ലോഡ് ഷെഡിങ് അല്ല, ഇത് പവർ കട്ടാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ പീക്ക് ടൈമിൽ റെക്കോർഡ് ഉപഭോഗം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ വൈദ്യുതി വാങ്ങി ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കത് വാങ്ങി ഉപയോഗിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം നമുക്ക് സ്ഥായിയായി ലഭിച്ചുകൊണ്ടിരുന്ന കുറഞ്ഞ വിലക്കുള്ള വൈദ്യുതി കരാർ റദ്ദാക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ കൂടിയ വിലക്കാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പീക്ക് ടൈമിൽ ഈ ലോഡ് പരിഹരിക്കാൻ കൂടുതൽ വൈദ്യുതി വാങ്ങണമെങ്കിൽ കൂടുതൽ പണം കൊടുക്കണം. അങ്ങനെ കൂടുതൽ പണം കൊടുത്താൽ വൈദ്യുതി കിട്ടാത്ത അവസ്ഥയൊന്നുമില്ല. പണം കൊടുത്താൽ കിട്ടും. മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റാണ്. ആ പണം മുടക്കാൻ KCB തയ്യാറല്ല. അത് നഷ്ടമുണ്ടാക്കും എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ കൂടുതൽ പണം മുടക്കി വൈദ്യുതി വാങ്ങിയാൽ അത് നഷ്ടമുണ്ടാക്കുമെന്ന് ഭയന്നുകൊണ്ടാണ് അവരത് വാങ്ങാതിരിക്കുന്നത്. അത് ഉപഭോക്താക്കളുടെ മേൽ കെട്ടിയേൽപ്പിക്കേണ്ട അവസ്ഥ വരും. അത് കെട്ടിയേൽപ്പിക്കില്ലയോ എന്നുള്ളതല്ല, ഇത് ലോഡ് ഷെഡിങ് ആണ്, പവർ കട്ടല്ല എന്ന് പറയുന്നിടത്താണ് നമുക്ക് ആ വാദം. പവർ ഇല്ലാത്തതാണ് പ്രശ്നം. പവർ ഇല്ലാത്തത് കൊണ്ടാണ് കൊടുക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് പവർ കട്ട് ഏർപ്പെടുത്തുന്നത്. അല്ലാതെ ലോഡ് കൂടി കൺസംഷൻ കൂടിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫ്രാസ്ട്രക്ചറിനെ രക്ഷിക്കാൻ വേണ്ടി ഇത് ലോഡ് കുറയ്ക്കുന്നതല്ല. ഈ പീക്ക് ടൈമിൽ കൊടുക്കേണ്ട പവർ വാങ്ങാൻ പണം കൊടുക്കാൻ പറ്റില്ല. അത് നഷ്ടമുണ്ടാക്കുമെന്ന് ഭയന്നാണ് ഇത് ചെയ്യാത്തത്. മുമ്പ് പ്രളയത്തിൻ്റെ സമയത്ത് ഡാം തുറക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് വൈദ്യുതി ഉണ്ടാക്കാനുള്ള വെള്ളമാണ്, അങ്ങനെ തുറന്നു കളയാൻ പറ്റില്ല, കോടിക്കണക്കിന് രൂപയുടെ വെള്ളമാണെന്ന് പറഞ്ഞാൽ ആ KCB ചെയർമാൻ്റെ അതേ യുക്തിയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. യെസ്, ഏതായാലും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ എന്ത് ഓമന പേരിൽ വിളിച്ചാലും കറണ്ട് പോകും, ഒരു തർക്കവുമില്ല. ഇറാൻ-US യുദ്ധം അടുത്തൊന്നും അവസാനിക്കുന്ന ലക്ഷണം കാണുന്നില്ല. നടത്തിയ ചർച്ചകൾ ഫലം ചെയ്തില്ല. തുടർ ചർച്ചകളുടെ സാധ്യത അടയുകയും ചെയ്തു. ഉപരോധം നീക്കിയാൽ ഹോർമുസ് തുറക്കാമെന്ന ഇറാന്റെ നിർദ്ദേശം ട്രംപ് തള്ളുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇറാന്റെ ഒരു എണ്ണക്കപ്പൽ കൂടി US സെൻട്രൽ കമാൻഡ് തടഞ്ഞിടുകയും ചെയ്തു. അതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ബാരലിന് $112 അതിൻ്റെ വില.
സൗദിയിൽ GCC രാജ്യങ്ങൾ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ട്. അതിനിടെ UAE ഒപ്പക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും ഇറങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. ജിമ്മി, എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്? ഈ യുദ്ധത്തിൽ രണ്ടുപേരും ജയിക്കാനൊരു സാഹചര്യം, രണ്ടുപേരും തോൽക്കാതിരിക്കാനുള്ള സാഹചര്യം, അതാണല്ലോ ചർച്ചയിലൂടെ ആർക്കും നാണക്കേടില്ലാതെ ഇതിൽ നിന്ന് പിന്മാറണം. അതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട രീതി. എന്തുകൊണ്ടോ അമേരിക്ക യുദ്ധം മാറിയിട്ട് സാമ്പത്തികമായ ഉപരോധത്തിലൂടെ ഇറാനെ തറപറ്റിക്കാം എന്ന ഒരു തന്ത്രത്തിലേക്ക് മാറിയിട്ട് കുറച്ച് ദിവസങ്ങളാകുന്നു. അത് ഏതാണ്ട് ഫലം ചെയ്യുന്ന ഒരുപാട് സൂചനകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അത് ശേഖരിച്ച് വെക്കാനുള്ള സ്ഥലം തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നാളെ ആകുമ്പോഴേക്കും ഇനി ഇറാന് ഒരു തുള്ളി എണ്ണ പോലും സംഭരിച്ച് വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറാന് രണ്ട് സാധ്യതയുള്ളൂ. ഒന്നെങ്കിൽ എണ്ണ ഉൽപ്പാദനം നിർത്തണം. എണ്ണ ഉൽപ്പാദനം നിർത്തിയാൽ അവിടെ എണ്ണ കിണറുകൾ പിന്നീട് എണ്ണ കാര്യമായി ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുമെന്നാണ് സാങ്കേതികമായി ഈ മേഖലകളിൽ പറയുന്നത്. അല്ലെങ്കിൽ ഈ എണ്ണ മുഴുവൻ കടലിലേക്ക് ഇറക്കേണ്ടി വരും. അത് അതിലും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇറാന് ചുറ്റും. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നത്തിൽ അമേരിക്ക കുടുക്കിയ കുടുക്ക്, അതായത് ഹോർമൂസിലെ അവരുടെ ചെക്ക് പോസ്റ്റ്, ഒരൊറ്റ കപ്പൽ പോലും നേരാവണ്ണം കടക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ഇതിനിടയ്ക്ക് ചില കപ്പലുകൾ പാകിസ്ഥാൻ ഓരം ചേർന്ന് ഇന്ത്യൻ തീരത്തേക്ക് എത്തി. അത് 34 കപ്പലുകൾ വരെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. പക്ഷേ അതൊന്നും അല്ല പ്രശ്നം. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം കപ്പലുകളും കുടുങ്ങിക്കിടക്കുക തന്നെയാണ്. ഇറാൻ്റെയും അമേരിക്കയുടെയും ചെക്ക് പോസ്റ്റുകളെ മറികടന്നിട്ട് ഒരു രാജ്യത്തിനും അവിടെയുള്ള ഒരു രാജ്യത്തിനും ഇത് പൂർണ്ണമായും സ്വതന്ത്രമായി എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകാനുമാവില്ല. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇറാൻ പൊളിയാൻ സാധ്യതയുണ്ട് എന്ന അമേരിക്കയ്ക്ക് ഒരു ധാരണയോ മിഥ്യാധാരണയോ എന്തോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ബ്ലോക്കേഡ് ഞങ്ങൾ മാറ്റില്ല എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അമേരിക്ക. എന്ന് മാത്രമല്ല, ഇന്ന് മറ്റൊരു കാര്യം കൂടെ നടന്നു. UAE ഒപ്പക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും, ഒപെക് പ്ലസിന് റഷ്യ കൂടിയുള്ളതാണ്, ഒപ്പക്കിനകത്ത് ഗൾഫിലെ രാജ്യങ്ങളാണ് പ്രധാനം, വെനിസ്വേലയും ഉണ്ട്. അത് സൗദി അറേബ്യ നേതൃത്വം നൽകുന്നു. സൗദി അറേബ്യയ്ക്കാണ് ഒരു പ്രധാനപ്പെട്ട ഗ്രിപ്പ്. എന്താണ് കാരണം? ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ അതിനെതിരായ റെസ്പോൺസിൽ വളരെ മോശമായിരുന്നു നിങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞുകൊണ്ടാണ് UAE പുറത്തേക്ക് വരുന്നത്. എന്താണ് ഒപ്പക്കിൻ്റെയും ഒപെക് പ്ലസിൻ്റെയും പ്രത്യേകത? ലോകത്ത് എണ്ണവില കൂട്ടാനും കുറയ്ക്കാനും ശക്തിയുള്ള എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ ഒരു സംഘടന 26 രാജ്യങ്ങളാണുള്ളത്. അപ്പോൾ എന്താണ് പ്ലാൻ? ഇതും അമേരിക്കയുടെ മറ്റൊരു ബുദ്ധിയാണ്. ലോകത്ത് എണ്ണവില ഇപ്പോൾ 112 ബാരലായി നിൽക്കുന്നു. കാരണം ഹോർമൂസ് കടലിടുക്കിലേക്ക് ഇത് മാത്രമല്ല, എണ്ണയുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന പല സംവിധാനങ്ങളും ഒപ്പക്കിനകത്തുണ്ട്. അതിന് പുറത്തേക്കൊരു രാജ്യം വരുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വേണ്ടി മറ്റെന്തോ ചില വിടുപണികൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പുറത്തേക്ക് വരുന്നുള്ളത്. വിശദമായ ആളുകൾ പലരും പറയുന്നുണ്ട്. ചുരുക്കത്തിൽ അമേരിക്ക രണ്ടാമതൊരു യുദ്ധമുഖം കൂടെ തുറന്നിരിക്കുകയാണ്. ഒപെക് പ്ലസിനെ പിളർത്തിയിരിക്കുന്നു. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഇപ്പോൾ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം, കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം ഒപെക് പ്ലസിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടി കഴിഞ്ഞ 10-40 വർഷമായി നിലനിന്ന ഒരു വലിയ സംവിധാനം തകരുകയാണ്. അമേരിക്കയുടെ നിർദ്ദേശാനുസരണമാണ് ഈ പോക്കെന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ രണ്ട് യുദ്ധമുഖങ്ങൾ, ഒന്ന് ഹോർമൂസ് കടലിടുക്കിൽ, മറ്റൊന്ന് ഒപ്പക്കിൻ്റെ കോൺഫറൻസ് ടേബിളിൽ. ഈ രണ്ടിടത്തും അമേരിക്ക പുതിയ ചില നീക്കങ്ങൾ നടത്തുന്നു. ഇറാൻ പെടുന്നു. ഇതാണ് സാഹചര്യം. പക്ഷേ IRGC എന്ന് പറയുന്ന സംവിധാനത്തെ വില കുറച്ച് കണ്ടുകൂടാ. എണ്ണയല്ല, എന്ത് സംഭവിച്ചാലും എന്തില്ലെന്ന് പറഞ്ഞാലും രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും അവരുടെ പരമോന്നത നേതാവിൻ്റെ നിർദ്ദേശവും അനുസരിച്ച് ഞങ്ങൾ ആയുധം താഴെ വയ്ക്കൂ എന്ന് പറയുന്ന ഒരു വലിയ സന്നാഹം അവിടെയുണ്ട്. തലയില്ലെങ്കിലും ഉടൽ യുദ്ധം ചെയ്യുന്ന IRGC. ആ IRGC അമേരിക്കയുടെ ഈ സാമ്പത്തിക ഉപരോധത്തെയും കണക്കൂട്ടകളെയും മറികടന്നുകൊണ്ട് യുദ്ധം പുനരാരംഭിച്ചാൽ എന്ത് ചെയ്യും? അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ തൽക്കാലം ചർച്ചാ ടേബിളിൽ അമേരിക്കയ്ക്ക് ഒരു മേൽക്കൈ കിട്ടുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരായ വിരോധം പിൻവലിച്ചാൽ ഹോർമൂസ് തുറക്കാം എന്ന് പല പ്രാവശ്യം ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അജിംസ്, ഇന്ത്യ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആവശ്യത്തിന് എണ്ണ ഞങ്ങൾ സംഭരിച്ചിട്ടുണ്ട്, എണ്ണ വില വർദ്ധിക്കാൻ പോകുന്നില്ല, എണ്ണയുടെ ക്ഷാമം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ ഇന്ത്യ അവകാശപ്പെടുന്നു. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ കേന്ദ്രബിന്ദു ഇപ്പോൾ എണ്ണയായി മാറുന്നില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ജിമ്മി അവസാനം പറഞ്ഞു നിർത്തിയല്ലേ, ഈ ഇറാൻ ഡിഫൻസിലാണ് ചർച്ച, നെഗോഷിയേഷൻ ടേബിളിൽ ഇറാൻ ഡിഫൻസിലാണ് എന്നാണ് പറയുന്നത്. ഇറാൻ്റെ ഏറ്റവും വലിയൊരു സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ അവർ നെഗോഷിയേഷൻ സ്കില്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ജർമ്മനിയുടെ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇറാൻ യഥാർത്ഥത്തിൽ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അമേരിക്കയെ ഒരു തരം കുട്ടിക്കളി കളിപ്പിച്ച് പൊട്ടം കളിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇവരുടെ നെഗോഷിയേഷൻ സ്കില്ലിനെ കുറിച്ച് ലോകത്തിനുള്ളൊരു ധാരണ അതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 7 വൻശക്തി രാജ്യങ്ങളുമായി അവർ ആണവ കരാറുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചതാണല്ലോ. ഒരുപക്ഷെ ആധുനിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകളിലൊന്നാണത്. ദീർഘകാല നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത് റദ്ദാക്കപ്പെട്ടെങ്കിലും അത് നിലനിന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ച് ഇറാന് വലിയ വിജയമാണത്. ഒരേ സമയം അവരുടെ സിവിലിയൻ ന്യൂക്ലിയർ റിയാക്ടറുകൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു, മറുവശത്ത് അവർക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കി.
അങ്ങനെ അമേരിക്കയുടെ ശത്രു രാജ്യമായ ഒരു രാജ്യത്തിൻ്റെ മേലുള്ള സാമ്പത്തിക ഉപരോധം ലോകം നീക്കുക എന്ന് പറഞ്ഞാൽ ആ നെഗോഷിയേഷൻ സ്കിൽ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അവിടെയാണ് നമ്മൾ ജർമ്മൻ ചാൻസലർ പറഞ്ഞ കാര്യം കൂട്ടി വായിക്കേണ്ടത്. ഇപ്പോൾ അബ്ബാസ് അറാക്ചി കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് പോയായിരുന്നല്ലോ. എന്തിനാണ് റഷ്യയിലേക്ക് പോകുന്നത്? ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുകയാണ്. ഇനി അടഞ്ഞു കിടന്നു തന്നെ ഇരിക്കട്ടെ. അമേരിക്കയും ഇറാനും റഷ്യയും തമ്മിൽ പങ്കിടുന്ന കാസ്പിയൻ സീ, ഇന്നലെ ജിമ്മി പറഞ്ഞല്ലോ, ഈ കാസ്പിയൻ സീ വഴി എണ്ണ കടത്താം, ചരക്കുകൾ കടത്താം അവർക്ക്. അവിടെ വേറെ ആരും വരാൻ പോകുന്നില്ല. ഇപ്പോൾ റഷ്യ അതിന് സഹകരിച്ചാൽ മാത്രം മതി. പക്ഷേ അവിടെ ഒരു തുറമുഖം കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ട്. ചിലപ്പോൾ ആ വഴിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയായിരിക്കാം. അപ്പോൾ അവർ പകരം വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇപ്പോൾ ഡിഫൻസിലാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എണ്ണോൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ ഡിഫൻസിൽ തന്നെയാണ്. പക്ഷേ ഇവർ വഴങ്ങിക്കൊടുക്കുന്നില്ല എന്നുള്ളിടത്താണ്. ഇപ്പോൾ ഇറാൻ്റെ ലക്ഷ്യം എന്താണ്? ഹോർമുസ് കടലിലേക്ക് മാത്രമായി നെഗോഷിയേഷൻ മാറ്റുകയാണ് ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്ക് എപ്പോഴാണ്? യുദ്ധത്തിന് മുമ്പ് ഹോർമുസ് കടലിടുക്ക് ഒരു പ്രശ്നമേ അല്ല. യുദ്ധത്തിന് ശേഷമുണ്ടായ പ്രശ്നമാണ് ഹോർമുസ് കടലിടുക്ക്. അപ്പോൾ ചർച്ച യുറേനിയം സമ്പുഷ്ടീകരണം, ലബനാനിലെ വെടിനിർത്തൽ പോലുള്ള 10 ഇന നിർദ്ദേശങ്ങളിൽ ഹോർമുസ് കടലിടുക്ക് മാത്രമായി ചർച്ച മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ ആരുടെ വിജയമാണ്? യുദ്ധത്തിനിറങ്ങിയ അമേരിക്ക അതിനുശേഷമുണ്ടായ ഹോർമുസ് കടലിടുക്കിലേക്ക് നെഗോഷിയേഷന് വേണ്ടി ഇറാനുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആരാണ് ഡിഫൻസ്, ആരാണ് നേട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും എക്കണോമിക്കലി ഇറാന് വലിയ സെറ്റ്ബാക്കാണ് ഈ പ്രശ്നം. പക്ഷേ നയതന്ത്രപരമായും മറ്റ് കാര്യങ്ങളിലും അവർ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ തടയാനോ അവരോടൊന്ന് വഴങ്ങാൻ ആവശ്യപ്പെടാനോ അമേരിക്ക കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ ഇത് ഇന്നും നാളെയായിട്ട് തീരുന്ന പ്രശ്നമല്ല. അങ്ങനെ തീരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഇതിലെ 3 പ്ലെയർമാരും, അമേരിക്കയാകട്ടെ, ഇസ്രായേൽ ആവട്ടെ, ഇറാനാകട്ടെ. ഇറാൻ പ്രതീക്ഷിക്കുന്ന അവരെ സംബന്ധിച്ച് ഒരു എക്സിസ്റ്റൻഷ്യൽ വാറിലാണ്, അവർ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിലാണ്. അങ്ങനെ ഒരു എക്സിസ്റ്റൻഷ്യൽ വാർ പ്രതീക്ഷിച്ചിറങ്ങിയ അവർക്ക് അത്രയും വലിയൊരു ആക്രമണം അവരുടെ മേലുണ്ടായിട്ടില്ല. ആ വെടിനിർത്തൽ സംഭവിച്ചു കഴിഞ്ഞു. അവർ പ്രതീക്ഷിച്ചത് ഗസ പോലെ ഇറാനെയാക്കി മാറ്റിയേക്കാം അമേരിക്കയും ഇസ്രായേലും ചേർന്നാണെന്നാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ പോലും അവർ ഇനിയും വലുത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതല്ല, ഇനിയും വലുത് വരാനിരിക്കുന്നു അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ 3 പാർട്ടിയും ഈ പ്രശ്നം എളുപ്പം പരിഹരിക്കാനല്ല ശ്രമിക്കുന്നത്, പോയേക്കാം എന്നുള്ള അപ്രഹെൻഷനിലാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രക്രിയയും. പ്രമോദ്, നേരത്തെ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലൊക്കെ ഉദ്ദേശിച്ചത് ഒരു ഷോർട്ട് ടേം യുദ്ധമായിരിക്കും ഒരു പക്ഷേ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് അവരുടെ റെജീം ചേഞ്ചാണല്ലോ അവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഏറ്റവും മുകൾ തട്ടിലുള്ള ആളുകളെയൊക്കെ കൊന്നൊടുക്കിയ ശേഷം ഒരു റെജീം ചേഞ്ചൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അതൊന്നും നടന്നില്ല. ഇപ്പോൾ ആ പരിപാടിയൊക്കെ ആലോചിക്കുന്നു പോകുന്നില്ല. നേരെ മറിച്ച് ഹോർമുസും തുറന്നു കിട്ടുക എന്ന ലക്ഷ്യത്തിലേക്ക് മാത്രമായിട്ട് ഇത് ചുരുങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇത് വലിയ സാമ്പത്തിക പ്രശ്നം ലോകത്താകെ പല രാജ്യങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്ക് വരെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയൊരു ലോകക്രമത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണോ ഉള്ളത്? ഇതിൽ കണ്ടെന്ന് വെച്ചാൽ ഈ ഹോർമുസ് തുറക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം എന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാണല്ലോ ഇറാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അനുവദിക്കാത്തത്? നേവൽ ബ്ലോക്കേഡ് മാറ്റണം എന്നാണ് ഇറാന്റെ ആവശ്യം. നേവൽ ബ്ലോക്കേഡ് വന്നത് എന്തിനാണ്? നാവിക ഉപരോധം വന്നത് എന്തിനാണ്? ഇവർ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അത് കാണണം. ഇത് ഭയങ്കര തമാശയാണ്. അതായത് ട്രംപ് നാവിക ഉപരോധം കൊണ്ടുവരുന്നത് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയിട്ടുള്ള ഈ നിയന്ത്രണം അല്ലെങ്കിൽ അത് അടച്ചത് തുറപ്പിക്കാൻ വേണ്ടിയാണ്. അത് തുറക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങളിത് തുടരുമെന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അജിംസ് പറഞ്ഞ പോലെ ഇത് ഇന്നോ നാളെയോ തീർക്കുക എന്നുള്ളതല്ല, ഇതിൻ്റെ പേരിൽ ഒരു ദീർഘമായ ഒരു വിലപേശൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക എന്നതാണ് ഇതിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം എന്താ? ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ മാത്രമാണെങ്കിൽ ഇപ്പോൾ അനുവദിക്കാമായിരുന്നു. പക്ഷെ അതല്ല, അതിലുപരിയായിട്ട് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് കംപ്ലീറ്റ്ലി അത് ഇല്ലാതാക്കുക, ദീർഘകാലത്തേക്ക് വലിയൊരു പദ്ധതി അതിലൂടെ നേടിയെടുക്കാൻ. ഇപ്പോൾ ഇറാൻ ഒരല്പം അയഞ്ഞു എന്ന് കാണുമ്പോൾ അതിൽ ഊന്നി നിന്നുകൊണ്ട് പരമാവധി നേടിയെടുക്കാനുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അയഞ്ഞും മുറുകിയും ഇതിങ്ങനെ തുടരുക എന്നതാണ് കുറച്ചു കാലത്തേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം പെട്ടെന്ന് അവസാനിക്കുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയും ആപത്തും എന്ന് പറയേണ്ടി വരും. യെസ്, യുദ്ധം അവസാനിക്കാത്തത് അമേരിക്കയെയോ ഇറാനെയോ ഇസ്രായേലിനെയോ ഗൾഫ് രാജ്യങ്ങളെയോ മാത്രമല്ല ബുദ്ധിമുട്ടിലാക്കുന്നത്, നമ്മുടെ രാജ്യത്തെ അടക്കം അത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം എത്രത്തോളം നീളുന്നോ അത്രത്തോളം പ്രതിസന്ധി നമ്മളൊക്കെ അനുഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. എത്ര വിലക്കിയിട്ടും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കും അവകാശവാദങ്ങൾക്കും ഒരു കുറവുമില്ല. വി.ഡി. സതീശനെ എതിർത്തും അനുകൂലിച്ചുമുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഇന്നും പ്രത്യക്ഷപ്പെട്ടു. അതിനിടെ മുസ്ലിം ലീഗിന് പിന്നാലെ UDF-ലെ മറ്റൊരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും സതീശന് പിന്തുണയുമായി രംഗത്തെത്തി. സതീശനാണ് സ്വാഭാവിക ചോയ്സ് എന്നതാണ് ജോസഫിന്റെ നിലപാട്. പ്രമോദ്, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് റിസൾട്ട് വരാൻ. പക്ഷേ ചർച്ചകൾക്കൊരു പഞ്ഞവുമില്ല. കോൺഗ്രസിൽ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ. കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാലിൻ്റെ ഒരു ഫീച്ചറാണ് ഒരു പത്രത്തിൻ്റെ
രമേശ് ചെന്നിത്തലയുടെ ഒരു ഫീച്ചറാണ് വന്നത്. അങ്ങനെ ആരോ കൊടുത്തതാണ്, അത് അദ്ദേഹം ചെയ്തതല്ല എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട്. എന്താ നമ്മളിതൊന്ന് വായിച്ചെടുക്കേണ്ടത് എന്താണ്? നൗഫൽ, നമ്മൾ കാര്യങ്ങളെ വളരെ ഫാക്ച്വലി കാണണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അങ്ങനെ ഇവർ തമ്മിൽ എന്തെങ്കിലും ചർച്ച നടക്കുന്നുണ്ടോ? ഇല്ല. ഇവർ തമ്മിൽ പിന്നെ പരസ്യമായ എന്തെങ്കിലും തരത്തിലുള്ള അടി കലഹമില്ല. അണികൾ തമ്മിലുള്ള എന്തെങ്കിലും പരസ്യമായിട്ട് നമ്മൾ കാണാനുണ്ട്? ഇല്ല. പോസ്റ്ററുകൾ വരുന്നു, ഫ്ലക്സുകൾ വരുന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് സതീശനെ അനുകൂലിച്ച്, വി ഡി സതീശനെ അനുകൂലിച്ച് ഫ്ലക്സുകൾ വരുന്നു. ആരാണ് അതിന് പിന്നിൽ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത്. അത് എറണാകുളത്ത് ഇന്ന് പിന്നെ വന്ന പോസ്റ്റർ ഫ്ലക്സിന് പിന്നിൽ ആരാണെന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതോ ഒരു സംഘടനയുടെ പേര് പറയുന്നുവെന്ന്. മറ്റ് ചിലയിടങ്ങളിലൊക്കെ പേരെഴുതാതെയാണ് ഫ്ലക്സുകളും വരുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല ഇതിന് പിന്നിൽ വി ഡി സതീശനാണ്. ഒരിക്കലും അദ്ദേഹം അതിന് നിൽക്കില്ല എന്ന 100% എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ അദ്ദേഹം വരണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ടാവും. അവർക്ക് അവരുടെ സ്വന്തം വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അതിനുണ്ടാവും. പ്രത്യേകിച്ച് KPCC ഇത് വിലക്കുകയും ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ നീരസം വരികയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഒരിക്കലും അതിനുവേണ്ടി ഒരു പ്രവർത്തനം നടത്തി കളയാമെന്ന നിലയിൽ വി ഡി സതീശൻ പക്ഷത്തു നിന്ന് ഒന്നും ഉണ്ടാവാൻ പോകില്ല. രണ്ടാമത്, ഇതിലെല്ലാം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജയപരാജയം എന്ന് പറയുന്നത് രണ്ടും പ്രതീക്ഷിക്കാവുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും UDF. ജയിക്കാനോ പരാജയപ്പെടാനോ സാധ്യതയുള്ള ഒരു ഘട്ടത്തിൽ ജയിക്കുകയാണെങ്കിലുള്ള കാര്യങ്ങൾ മാത്രം ഇവർ ആലോചിക്കുന്നത് എന്തിനാണ്? തോറ്റാൽ എന്താണ് സ്ഥിതി? തോറ്റാലും എന്ത് സംഭവിക്കുമെന്ന് ഇവർ പറയണമല്ലോ. ആലോചിക്കാനേ വയ്യ. അല്ല, ആലോചിക്കാനേ വയ്യ എന്നുള്ളതല്ല, തോറ്റാൽ അത് മുഴുവൻ ഏറ്റെടുക്കേണ്ട ആളുടെ പേരാണ് വി ഡി സതീശൻ. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനത് ഏറ്റെടുത്തോളാം. തോറ്റാൽ ഞാൻ ഏറ്റെടുത്തോളാം, എന്നാൽ ജയിച്ചാൽ എല്ലാവരുടെയും ആക്കി മാറ്റാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ ഇപ്പുറത്തെ ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ രണ്ട് കൂട്ടരും മറ്റ് രണ്ട് നേതാക്കളും അങ്ങനെ പറയാൻ ഉണ്ടായിരുന്നില്ല. പറഞ്ഞിരുന്നെങ്കിൽ തന്നെ അതാർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നുമില്ല. പറഞ്ഞ ആള്, അതായത് വി ഡി സതീശൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ ആത്മാർത്ഥമായി ഒരു കാര്യം കാണുന്നതുകൊണ്ട് തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ ഇത്രയും നാളത്തെ, നമ്മളിപ്പോൾ വി ഡി സതീശന്റെ ആരും ആയിട്ടില്ല, അദ്ദേഹത്തിന്റെ ഇത്രയും നാളത്തെ ഈ പറഞ്ഞ പ്രവർത്തന രീതിയിൽ നിന്ന് വിശ്വാസം ഉൾക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ അക്കൗണ്ടബിലിറ്റി ഫാക്ടർ നോക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തത്തോടെ ആ കാര്യങ്ങൾ ചെയ്തത് ആരാണ്, അദ്ദേഹത്തെ നിങ്ങൾ മുന്നിൽ കാണുക. അതോടൊപ്പം തന്നെ മറ്റ് ഫാക്ടേഴ്സ് മുഴുവൻ ഹൈക്കമാൻഡിനെ അറിയുന്നതല്ലേ, അവർ തീരുമാനിക്കട്ടെ എന്ന് വെക്കേണ്ട ഒരു കാര്യത്തിൽ എനിക്ക് തോന്നി പോസ്റ്ററുകൾ വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും ഇതൊന്നും ചിന്തിക്കാതെയല്ല, അത് അവരുടെ ഒരു ആവേശ പ്രകടനത്തിന് ചെയ്യുന്നു എന്നല്ലാതെ അതിൽ പരം ഇപ്പോൾ ആ വിഷയത്തിൽ എന്തെങ്കിലും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജിമ്മി, തോറ്റാൽ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ആളാണ് ജയിച്ചാൽ മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന ന്യായം. അല്ല, അത്തരം വാചകടികൾ, അതായത് തോറ്റാൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജയിച്ചാൽ എൻ്റെ ഉത്തരവാദിത്തം എനിക്കാണെന്നാണ്. അത് ഇൻഹറൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ വാചകം കൊണ്ട് നമ്പറുകളാണ്. ഇത് മാത്രമല്ല, തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നിൽക്കുന്നതിന് വലിയ പ്രസക്തിയുമില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് വിട്ടേരെ. ഇതിനകത്ത് ഞാൻ കരുതുന്ന ആരും നിഷ്കളങ്കരൊന്നുമല്ല. എവിടുന്നാണ് ഈ ഇഷ്യൂ തുടങ്ങുന്നത്? ആദ്യം മുഖ്യമന്ത്രി ആരാണെന്ന് കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ആരാ? എറണാകുളം DCC പ്രസിഡന്റ്. എറണാകുളം DCC പ്രസിഡന്റ് ആരുടെ ആളാണ്? വി ഡി സതീശൻ്റെ ആൾ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ തുടങ്ങുന്ന അവിടുന്ന് ആരും മോശമൊന്നുമല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. സത്യത്തിൽ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണോ അറിയാത്തതാണോ? ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പരസ്യം വന്നു, അത് അദ്ദേഹം അറിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് വന്നത്. മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ ഏതെങ്കിലും മലയാളം പത്രത്തിലോ അല്ല, ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്. ഇംഗ്ലീഷിൽ എന്തിനാണ് ഇത് അടിക്കുന്നത്? ഡൽഹിയിലെ ഏത് പത്രത്തിലാണെന്ന് അറിയാമോ? ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ദ മോർണിംഗ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. സൺഡേ, അത് മറ്റേ മോർണിംഗ് സ്റ്റാൻഡേർഡ് എന്ന പത്രം. അത് സൺഡേ സ്റ്റാൻഡേർഡ് ആവും, ഞായറാഴ്ച. സൺഡേ സ്റ്റാൻഡേർഡിലാണ് അവിടെ അടിച്ചു വന്നത് അവിടെ. അപ്പോൾ ഇത് വളരെ കൃത്യമായി ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിയും വായിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പത്രത്തിൽ, ഡൽഹിയിൽ ഇറങ്ങുന്ന പത്രത്തിൽ അടിച്ചു വെച്ചിരിക്കുകയാണ്. അല്ല, അവരത് വായിച്ചിട്ടാണോ എന്നിട്ട് ചെന്നിത്തലയെ? നമുക്കറിയില്ല, അത് നമുക്കറിയില്ല. പക്ഷേ ശ്രമിച്ചവരുണ്ട്. എന്തിനായിരിക്കും ഡൽഹിയിൽ കൊണ്ട്? ഇതിനെക്കുറിച്ച് തമാശയുണ്ട്. ഈ പത്രം ആകെ വളരെ കുറച്ച് കോപ്പി, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല അവിടുത്തെ പ്രധാനപ്പെട്ട പത്രം, മറ്റേ എക്സ്പ്രസ്സാണ്. അപ്പോൾ ഈ സൺഡേ സ്റ്റാൻഡേർഡ് വളരെ കുറച്ച് പത്രമേ അടിക്കുള്ളൂ. അപ്പോൾ ഇത് ജനജന്മത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഡൽഹിയിലെ ചില ആളുകൾ മൊത്തം പത്രം വാരിക്കൊണ്ട് പോയി അവിടെ എത്തിയില്ല എന്നൊരു കഥയുമുണ്ട്. എന്തായാലും ആട്ടെ, എന്തായാലും ഇത് ഇംഗ്ലീഷിലാണ് അടിച്ചിരിക്കുന്നത്. അത് അങ്ങനെ ഒരു വഴിക്ക് എന്തായാലും പത്രം അവിടെ കിട്ടിയില്ല, മൊത്തം വാങ്ങിച്ചോണ്ട് രാവിലെ തന്നെ ആളുകൾ വന്ന് വാങ്ങിച്ചോണ്ട് ഇതില്ലല്ലോ. അപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി KCയുടെ കാര്യത്തിലോ വളരെ വ്യക്തമല്ലേ, KCയുടെ ആളുകൾ ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ അടുത്ത് പോയതും സംസാരിച്ചതും ജോസഫ് വിഭാഗവുമായി ആശയം നടത്തുന്നതൊക്കെ നമ്മൾ മാധ്യമപ്രവർത്തകരല്ല, നമുക്കിതൊക്കെ അറിയാവുന്നതല്ലേ. എല്ലാവരും അവരുടെ ശ്രമം നടക്കുന്നത്. ഇനി 6 ദിവസമല്ലേ ഉള്ളൂ, ഇനി പിടിച്ചാൽ കിട്ടില്ല. ഇത് കോൺഗ്രസ് ആണ്, വിട്ടുപിടിക്കുക.
നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. അല്ല, അത്രയ്ക്ക് വലിയ പ്രശ്നം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. അല്ല, ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പരസ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടപടി എന്തോ എടുത്തു എന്ന് തോന്നുന്നു. എന്ത് നടപടി? പരസ്യം കൊടുത്ത ആൾക്കെതിരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആത്മാർത്ഥത പ്രധാനം. പക്ഷേ ഇതെന്തായാലും വളരെ രസകരമാണ്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം, 2 ഘടകകക്ഷി വാർത്ത ഏതാണ്, 2 ഘടകകക്ഷികൾ ഇപ്പോൾ പ്രധാനപ്പെട്ട 2 ഘടകം 8 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും 27 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ്, 2 പ്രധാനപ്പെട്ട പാർട്ടികൾ അവരുടെ പിന്തുണ വി ഡി സതീശൻ എന്ന മട്ടിൽ നിൽക്കുന്നുണ്ട്. അതിനകത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യുക്തി വളരെ ലളിതമാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു നേതാവ് വർഗീയ വിഷം തുപ്പുമ്പോൾ അയാൾക്കെതിരെ എഴുന്നേറ്റ് നിന്ന് ആരടാ എന്ന് ചോദിച്ച ഒരൊറ്റ നേതാവേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾ ഈ വിഷയത്തിൽ വളരെ തന്ത്രപരമായിട്ടാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായി മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രതിദാനം ചെയ്യുന്നൊരു പാർട്ടി അവരിങ്ങനെയല്ലേ നിലപാടെടുക്കും, അതല്ലേ അവിടുത്തെ ട്രെൻഡ്, അതനുസരിച്ചേ പോകൂ. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. വാർത്ത അതാണ്. മറ്റ് വിഷയം, ഇതിനകത്ത് ഈ നേതാക്കൾക്കെല്ലാം പങ്കുണ്ടാവാനോ അറിഞ്ഞോ അറിയാതെയോ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ അടുത്ത 6 ദിവസം ഇനിയും അതിനൊരു രൂക്ഷത കൂടും. ചിലപ്പോൾ മെയ് 3-ാം തീയതി ആകുമ്പോൾ ഒരു മറ്റ് ടെൻഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവസാനിക്കുക. അതുവരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. അജിംസ്, നേരത്തെ നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തപ്പോൾ അജിംസ് പറഞ്ഞ ഒരു കാര്യം, പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, എന്തുകൊണ്ടാണ് അങ്ങനെ ചർച്ച ചെയ്താൽ എന്താ കുഴപ്പം എന്നുള്ളതാണ്. അതിൽ തന്നെ നിലനിൽക്കുന്നു. ഞാൻ അതിലിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ചർച്ച ചെയ്ത് ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്യണം. അതിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടി വരണം, പാർട്ടിക്കകത്തെ ആൾക്കാരുടെ അഭിപ്രായം വരണം, പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം വരണം. അങ്ങനെ അഭിപ്രായം വന്നിട്ട് അഭിപ്രായ സമന്വയത്തിലേക്ക് അതിലേക്ക് ഞാൻ വരുന്നത്. ഇതിലെ യഥാർത്ഥത്തിൽ പ്രശ്നത്തിന് തുടക്കം എവിടെയാണ്? പ്രശ്നത്തിന് തുടക്കം MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള വിവാദത്തിലാണ്. ഇപ്പോഴല്ല ഈ പ്രശ്നം തുടങ്ങുന്നത്. MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന വിവാദം ഉണ്ടാകുന്നതിൻ്റെ ഉറവിടം എവിടെയാണ്? അത് KC വേണുഗോപാലിൽ നിന്നാണ്. ആ വിവാദം ഉണ്ടാകുന്ന ഹൈക്കമാൻഡിൽ നിന്നാണ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC വേണുഗോപാൽ അതിൽ രണ്ടാമനാണ്. ഹൈക്കമാൻഡിലെ രണ്ടാമനാണ് KC വേണുഗോപാൽ. ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തും ജയിച്ചു കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാണോ എന്ന് തീരുമാനിക്കുന്ന സംവിധാനമാണ് ഹൈക്കമാൻഡ്. അതിൽ രണ്ടാമത്തെ ആൾ ഇതിൽ ഒരു കക്ഷിയായി മാറുന്നു എന്നുള്ളതാണ് ഇതിൽ അശ്ലീലത. അല്ലാതെ രമേശ് ചെന്നിത്തല എനിക്ക് മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നു, സതീശൻ അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, ഇനി KC വേണുഗോപാൽ ആ പദവിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയുന്നു, ഒരു പ്രശ്നമേ അല്ല. ഇതിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബോഡിയിലെ രണ്ടാമനായ KC വേണുഗോപാൽ ഞാൻ എന്നാൽ അവിടെ പോയി മുഖ്യമന്ത്രിയായി കളയാം എന്ന് തീരുമാനിക്കുകയോ അങ്ങനെ സൂചന നൽകുകയോ അങ്ങനെയുള്ള വിവാദങ്ങൾക്കിടയിൽ അതിനെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുകയോ. കോൺഗ്രസിൽ അങ്ങനെ ഒരു പതിവേ ഇല്ല അജിംസെ. കോൺഗ്രസിൽ ഹൈക്കമാൻഡ് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അതായത് കേരളത്തിലൊരു തർക്കം ഉണ്ടാവുകയാണ്. ഈ തർക്കം പരിഹരിക്കേണ്ട എവിടെയാണ്? ഹൈക്കമാൻഡിലാണ്. ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വരുമ്പോൾ അവിടെ രണ്ടാമത് അഭിപ്രായം പറഞ്ഞ ആളാരാണ്? പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ജനറൽ സെക്രട്ടറി തന്നെ ഞാൻ ആയിക്കളയാമെന്ന് പറയുന്നതിൽ അതൊരു ജനാധിപത്യ വിരുദ്ധവും. അങ്ങനെ പറഞ്ഞതായി രേഖയുണ്ടോ? അതോ ഞാൻ പറയുന്നു, ഈ വിവാദങ്ങൾക്കിടയിൽ KC വേണുഗോപാലിന്റെ പ്രതികരണം എന്തായിരുന്നു? ഞാനില്ല. ഈ മുഖ്യമന്ത്രി ആവലല്ല എൻ്റെ പണി ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ ഒഴിഞ്ഞുമാറുമല്ല അദ്ദേഹം ചെയ്തത്. മുഖ്യമന്ത്രി ചർച്ചയിലില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ചർച്ചയ്ക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രി ആവാനില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മുമ്പ് അങ്ങനെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞില്ലേ? ഞാനില്ല, ഇതിനകത്ത് ഞാനില്ല. അല്ല, ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ല എന്ന് ഒഴിവാറാണ്. അപ്പോൾ അങ്ങനെ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു തർക്കം ഉണ്ടാകുമ്പോൾ തർക്കം പരിഹരിക്കേണ്ട കോടതി തന്നെ ആ തർക്കത്തിൽ ഒരു കക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പരിഹരിക്കും? ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് തന്നെയാണ് വേണുഗോപാലിന്റെ തന്നെ അഭിപ്രായം, അല്ലേ? വേണുഗോപാലിന്റെ തന്നെയാണ് ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡിൽ ഒരാളാണ് ഞാൻ തീരുമാനിക്കുന്നതാണ്. അത് മത്സരിക്കുമ്പോൾ ചോദിച്ചും ഓരോരുത്തർ പറയുമല്ലോ, അത് പാർട്ടി പറയുന്നു. അപ്പൊ ഇത് ആർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇത് കോൺഗ്രസ് പ്രവർത്തകർ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ കമന്റ് സെക്ഷൻ നോക്കുക. ഇത് സംബന്ധിച്ച് വാർത്തകൾ കമന്റ് സെക്ഷൻ, ഒരു കോൺഗ്രസ് അണി പോട്ടെ, അതിൽ കമന്റ് ചെയ്യുന്ന ഒരാൾ പോലും ഈ KC വേണുഗോപാൽ ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ച് ഒന്നും സംസാരിക്കുക. KC വേണുഗോപാലിനെ അപമാനിക്കുകയോ അദ്ദേഹത്തെ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടാവും ആളുകൾ. കാരണം അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പാടില്ല. അല്ല, ശരിയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, MLA-മാരുടെ കാര്യത്തിൽ ആ നിലയല്ല KC-ക്കുള്ളത്. അത് MLA-മാരുടെ കാര്യത്തിലല്ല. ഇപ്പോൾ വരാൻ പോകുന്ന MLA-മാരുടെ കാര്യത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പലർക്കും സീറ്റ് വാങ്ങിക്കൊടുത്തത് KC ആണെന്ന് അവർ ധരിക്കുന്നു. KC പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് സീറ്റ്. അപ്പോൾ സീറ്റ് കിട്ടാത്ത ആളുകളും KC-ക്ക് വേണ്ടി പറയുന്നുണ്ട്. സീറ്റ് കിട്ടാത്ത ആളുകൾ KC വേണുഗോപാലിന് വേണ്ടി വരുന്നുണ്ട്. അത് മറ്റെന്തോ കാരണത്താൽ KC തെറ്റിദ്ധരിക്കപ്പെട്ടതോ നിസ്സഹായനായി പോയതോ ആണെന്ന് കരുതി അവരും KC-ക്ക് വേണ്ടി. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താ, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു കോടതിയാണ്. ആ കോടതി ഈ കേസിൽ കക്ഷി ചേരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ. മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് സതീശൻ വളരെ കൃത്യമായ ഒരു നിലപാടെടുത്ത് മൗനം ദീക്ഷിക്കുന്നുണ്ട്. അത് വളരെ മുഖ്യമന്ത്രി ചർച്ച നടത്തി കഴിഞ്ഞാൽ ചർച്ച നടത്തി കഴിഞ്ഞാൽ തീരില്ലെന്ന് ഉറപ്പാണ് ഏതായാലും. പക്ഷേ റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് പോലെ റെസ്പോൺസിബിൾ കഞ്ചാവടയും പ്രോത്സാഹിപ്പിക്കണം. ഇത് കേരളത്തിലെ വിരമിച്ച പ്രമുഖ IAS ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണ്, മറ്റാരുമല്ല, ബിജു പ്രഭാകരൻ്റേത്. ഒരു മലയാള ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. കഞ്ചാവടിച്ച് ആരും നശിച്ച ചരിത്രമില്ല.
MDMA പോലുള്ള മാരക ലഹരിക്ക് അടിമകളാകാതിരിക്കാൻ കഞ്ചാവും മദ്യവുമൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആംസ്റ്റർഡാം അടക്കം കഞ്ചാവ് നിയമവിധേയമാക്കിയ ലോകത്തെ മറ്റിടങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഡോക്ടർ CJ ജോണിനെ പോലുള്ള മനോരോഗ വിദഗ്ധർ ഈ പ്രസ്താവനയെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. പ്രമോദ് ഇതിലെ ഏത് ഭാഗത്താണ്? ഇതൊരു ചോദ്യമാണ് നൗഫൽ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബിജു പ്രഭാകറിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരുപാട് ഭരണപരിചയമൊക്കെ ഉണ്ടാവും, ഭരണതലത്തിലൊക്കെ ഇടപെട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്താണ് അതിനത് അങ്ങനെ ഒരു കമൻറ്റിനകത്ത് ഞാനത് അഭിമുഖം കണ്ടിട്ടില്ല കേട്ടോ, പ്രേരിപ്പിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതിലെ അപകടം അദ്ദേഹത്തിന് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. കാരണം വെച്ചാൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കഞ്ചാവിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ നമ്മളൊരു ക്ലോസ്ഡ് ഒരു സർക്കിളിലൊക്കെ വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഒരു അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചും ദോഷവശങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധന ആവശ്യമുണ്ടെങ്കിൽ ഒരു ബോഡിക്കകത്തൊക്കെ ചെയ്യാമെന്നല്ലാതെ ഒരു പബ്ലിക് ഫോറത്തിൽ കയറി ഒരു എല്ലാവരും അറിയുന്ന എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത് കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കഞ്ചാവ് പിടിച്ച് ഇത് നശിച്ച ചരിത്രമില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഡോക്ടർ ജോൺ ഇന്ന് ഇട്ട കുറിപ്പ് തന്നെ മതി എന്ന് വെച്ചാൽ ഇത് നമ്മൾ ലഹരിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരൊറ്റ ആംഗിളിൽ മാത്രമല്ല പ്രവർത്തിക്കുക. അത് ശാരീരികമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, എന്തൊക്കെ തലത്തിൽ അത് ബാധിക്കാം, എങ്ങനെയാണ് ഇത് നൗഫലിനറിയോ കേവലം ഈ നമ്മുടെ എന്താ പറയുക ഒട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ, സ്റ്റാമ്പ് അല്ല, നമ്മുടെ സ്റ്റാമ്പല്ല ഞാൻ പറയുന്നത്, പശ ഫെവിക്കോളിന്റെ അഡിക്ഷൻ ആവുന്ന ആളുകളുണ്ട്. ഫെവിക്കോള് അഡിക്ഷൻ ആവുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത്ര വരെ പോകാവുന്ന തരത്തിലുള്ള പെട്രോൾ ടാങ്കിൽ മുഖം ഏതൊക്കെ തരത്തിലുള്ള ചില സംഗതികളിൽ അഡിക്ഷൻ ആയി പോകുന്ന മനുഷ്യന്മാരുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് കഞ്ചാവ് അഡിക്ഷൻ ആവില്ല, അത് പെട്ടെന്ന് അതിൽ നിന്നുകൊള്ളും. എന്തോ തരം ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഗതി അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. ജിമി, ഈ ബിജു പ്രഭാകറിന്റെ കാര്യം എന്തായാലും ബുദ്ധിമുട്ടില്ല. അദ്ദേഹം പറയുന്നത് മെറിറ്റില്ലായ്മയോ ആയിക്കോട്ടെ, പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അങ്ങനെ ഒരു കക്ഷി ഈ സമയത്ത് ഇത് പറഞ്ഞത് അദ്ദേഹത്തിന് അത് പാരയായി മാറി. കായംകുളത്ത് പോയപ്പോൾ ലിജോന്റെ കൂടെ കണ്ടായിരുന്നു. പുള്ളി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരാനൊക്കെ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് സ്ട്രാറ്റജിക്കലായിരുന്നു. രണ്ട്, ഈ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണോ വേണ്ടി ലോകം മുഴുവൻ അങ്ങനെ ചർച്ചകളുണ്ട്. ഇതിൽ ആദ്യത്തെ സംഭവമല്ല. അങ്ങനെ വളരെ സീരിയസ് ആയ ചർച്ച നടക്കുന്നുണ്ട്. വളരെ സീരിയസ് ആയി പല സ്ഥലങ്ങളിലും അങ്ങനെ കഞ്ചാവ് ലീഗലൈസ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. ശശി തരൂരിനെ പോലെ ഇത് രാഷ്ട്രീയ പാർട്ടികൾ പറയാറുണ്ട്. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പല ആളുകളും ഔദ്യോഗികമായി കട തുറന്നു വെച്ച് ഉപയോഗിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു മിക്സ് സാധനമാണ്. കുറച്ചുകൂടെ വിശദമായി അയ്യേ എന്ന് പറയാനോ ആഹാ എന്ന് പറയാനോ ഞാനാളില്ല. ഇതിനിടയ്ക്ക് അവിടെയാണ്. ഒരു കാര്യം കൂടെ പറയാം. രസകരമായൊരു കഥ. 2016 സമയത്ത് 15-16 ഉമ്മൻചാണ്ടി ഈ ബാറുകളെല്ലാം പൂട്ടിയപ്പോൾ അതുകൊണ്ട് ലഹരി കൂടുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ക്യാമ്പയിൻ നടത്തിയ ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേര് CPIM എന്നാണ്, LDF എന്നാണ്. ബാറുകൾ തുറന്നാൽ ഈ ലഹരിയുടെ ഉപയോഗം കുറയും എന്ന് പറയുകയും ശക്തമായി വാദിക്കുകയും ചെയ്ത ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു അന്ന് TP രാമകൃഷ്ണൻ ഈ വാദം ഉന്നയിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം അദ്ദേഹം എക്സൈസ് മന്ത്രിയായിരിക്കുമ്പോൾ കഞ്ചാവ് കുറയ്ക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാറുകൾ വീണ്ടും തുറക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട വാദം ഇടതുപക്ഷം എടുത്തത്. ഇപ്പം എന്തായി? അതുകൂടെ ഞാൻ ചോദിക്കും. ജിമ്മി, ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ നമുക്ക് കേവലം മദ്യത്തിന്റെ അഡിക്ഷൻ നിയന്ത്രിക്കാനോ അത് പരിഹരിക്കാനോ ഉള്ള സംവിധാനങ്ങൾ പോലും ഇല്ലാത്തൊരു നാടാണ് നമ്മൾ, വേണ്ടത്ര ശാസ്ത്രീയമായിട്ട്. അപ്പോഴാണ് നിങ്ങൾ കഞ്ചാവ് എന്ന് പറയുന്ന മറ്റൊരു സാധനത്തിന് അല്ല, ഈ ബിജു പ്രഭാകറിന്റെ ഒരു പ്രശ്നം, ഞാൻ ഈ ഒന്നാമത് ഈ ഉദ്യോഗസ്ഥരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളല്ല, ബ്യൂറോക്രാറ്റുകളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളെ അല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങി അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കട്ടെ എന്ന് ഞാൻ പറയാനുള്ളൂ. ഉദ്യോഗസ്ഥരെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ അഭിപ്രായം സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് പബ്ലിക് പോളിസിയിലുള്ള അവരുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് ഏതോ രാഷ്ട്രീയക്കാർ, അത് അനുഭവ സമ്പത്തുള്ള ജനസമ്പർക്കമുള്ള രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന പണി മാത്രമാണ് അവരുടേത്. ഇദ്ദേഹം ഉദ്യോഗസ്ഥനായിരിക്കും തന്നെ ഇദ്ദേഹം പ്രകടിപ്പിച്ചുള്ള നിരവധി നയപരമായ കുറേ അഭിപ്രായങ്ങളുണ്ട്. KSRTC പിരിച്ചുവിടണം എന്ന് സ്വന്തം ബ്ലോഗിൽ എഴുതി വെച്ച ആളാണ് ഇദ്ദേഹം. പിരിച്ചുവിടണം, ഇത് നഷ്ടത്തിൽ നടത്തിക്കൊണ്ട് പോകുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്, ഇത് പിരിച്ചുവിടണം. പിന്നീട് അദ്ദേഹം KSRTC MD ആയപ്പോൾ ആ ബ്ലോഗ് തന്നെ ഇല്ലാണ്ടായിരിക്കണം, ബ്ലോഗ് തന്നെ എടുത്തു കളഞ്ഞ ആളാണ്. അപ്പോൾ അങ്ങനെ വളരെ വിചിത്രം. ഈ അഭിമുഖത്തിന് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ടർ വേണം കേരളത്തിൽ, അതൊരു 1.5 കിലോമീറ്റർ സ്ഥലത്ത് ആളുകൾ ഒഴിപ്പിച്ചാൽ മതി, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഒരു പൊട്ടിത്തെറി ഉണ്ടായ പോലെ 1.5 കിലോമീറ്ററിലേ ബാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരം പരാമർശം നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. യെസ്, അതിൽ നമ്മൾ സമയക്കുറവുകൊണ്ട് ആ ചർച്ച ഇവിടെ അവസാനിക്കുക.